ഇന്ന് നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വിപ്ലവങ്ങളെ കുറിച്ച് ഏതെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് ആയിരിക്കും ചോദിക്കുക കൂടുതലായിട്ട്. സാധ്യത കൂടുതലും ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ നോക്കാം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789 ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാർ ബൂർബൻ വംശത്തിൽ പെടുന്നവരായിരുന്നു. ബൂർബൻ വംശത്തിൽ പെടുന്നവരായിരുന്നു. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി പതിനാറാമനാണ് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ലൂയി പതിനാറാമന്റെ ഭാര്യ മേരി അന്റോനെറ്റ് ആണ്. മേരി അന്റോനെറ്റിന്റെ ഒരു പ്രശസ്തമായ ഒരു വാചകമാണ്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോനെറ്റ് ആണ്. വിപ്ലവത്തിന് മുമ്പ് ഫ്രാൻസിൽ ഫ്യൂഡൽ സമ്പദ് വ്യവസ്ഥയും ഫ്യൂഡൽ സമൂഹവുമായിരുന്നു. മധ്യകാലത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഭരണരീതി ഫ്യൂഡലിസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മധ്യ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഭരണരീതി എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ഫ്യൂഡലിസം എന്നാണ്. ഫ്യൂഡലിസം പ്രഭുക്കന്മാർക്ക് ഭൂമിയിൽ സ്ഥിരത നൽകുകയും ഭൂമിയുടെ മേൽ അധികാരവും നിയന്ത്രണവും നൽകുകയും ചെയ്തു. ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, കിഴക്കൻ യൂറോപ്പ് എന്നിവയിൽ ഉൾപ്പെട്ട മറ്റു രാജ്യങ്ങളിലേക്ക് ഫ്യൂഡലിസം വ്യാപിപ്പിക്കുന്നതിൽ ഫ്രാൻസിന് വലിയ പങ്കുണ്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം യൂറോപ്പിലാകമാനം ഫ്യൂഡലിസം ഇല്ലാതായി. ഫ്രഞ്ച് വിപ്ലവാനന്തരമാണ് യൂറോപ്പില് ഫ്യൂഡലിസം ഇല്ലാതായത്. അടുത്തത് ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ എന്നിവരുടെ ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവ. വരൾച്ചയും കൃഷിനാശവും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സൈന്യവും സാമ്പത്തികവുമായ സഹായം നൽകിയത് കേന്ദ്രീകൃതമായ ഭരണപ്രക്രിയ നടപ്പിലാക്കാനുള്ള രാജാവിന്റെ കഴിവുകേട്. അപ്പൊ എന്തൊക്കെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണങ്ങൾ? പുരോഹിതർ, പ്രഭുക്കന്മാർ എന്നിവരുടെ ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവ. വരൾച്ചയും കൃഷിനാശവും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സൈന്യവും സാമ്പത്തികവുമായ സഹായം നൽകിയത് കേന്ദ്രീകൃതമായ ഭരണപ്രക്രിയ നടപ്പിലാക്കാനുള്ള രാജാവിന്റെ കഴിവുകേട് എന്നിവയൊക്കെയാണ് കാരണങ്ങൾ. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ടത്, ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ തട്ടിനെ പറയുന്നതാണ് എസ്റ്റേറ്റ്. ഒന്നാമത്തെ എസ്റ്റേറ്റില് ആരൊക്കെയാണുള്ളത്? പുരോഹിതന്മാരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത്. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. കർഷകരിൽ നിന്നും തിഥെ എന്നു പേരിലുള്ള നികുതി പിരിച്ചു. അപ്പൊ പുരോഹിതന്മാരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവർ. ഒന്നാമത്തെ എസ്റ്റേറ്റ് ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ്. അവർ പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. അല്ലെ, പുരോഹിതന്മാർക്കൊക്കെ എന്തിനാണ്? ഭൂമി, അല്ലെ. ധാരാളം ഭൂപ്രദേശം പക്ഷെ അവര് കൈവശം വെച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. കർഷകരിൽ നിന്നും തിഥെ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. അപ്പൊ പുരോഹിതന്മാര് കർഷകരിൽ നിന്നും പിരിച്ച് എടുക്കുന്ന നികുതി അറിയപ്പെടുന്നത് തിഥെ എന്നാണ്. അടുത്തതാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് പ്രഭുക്കന്മാരാണ്. ഉൾപ്പെടുന്നത്. സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. അപ്പൊ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് പ്രഭുക്കന്മാരാണ്. അവര് സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. അപ്പൊ പുരോഹിതന്മാർക്ക് നികുതി നൽകണം, പ്രഭുക്കന്മാർക്ക് നികുതി നൽകണം. കർഷകർ, അല്ലെ, വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. പക്ഷെ അവര് ആർക്കും നികുതിയൊന്നും കൊടുത്തില്ല. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. അതാണ് രണ്ടാമത്തെ എസ്റ്റേറ്റ്. അടുത്തതാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതില് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിങ്ങനെയുള്ള ഒരു മധ്യവർഗവും പിന്നെ കർഷകര്, കൈത്തൊഴിലുകാർ എന്നുള്ള ഒരു താഴ്ന്ന ഒരു വിഭാഗവുമാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഭരണത്തിൽ അവർക്ക് യാതൊരുവിധ അവകാശങ്ങളുമില്ല. നികുതി കൊടുക്കുകയും വേണം, പക്ഷെ ഭരണത്തിൽ അവരെ പങ്കാളികളാക്കിയില്ല.
താഴ്ന്ന സാമൂഹിക പദവി അല്ലെ. മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്, ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണമായിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു തിഥേന്നുള്ള നികുതി പുരോഹിതന്മാർക്ക് നൽകണം, പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും നൽകണം നികുതി. തൈലെ എന്ന പേരിലുള്ള നികുതി സർക്കാരിനും നൽകണം. അപ്പൊ ആർക്കൊക്കെ ഈ കർഷകര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആർക്കൊക്കെ നികുതി നൽകണം? പ്രഭുക്കന്മാർക്ക് നൽകണം, പുരോഹിതന്മാർക്ക് നൽകണം, സർക്കാരിനും നൽകണം. സർക്കാരിന് നൽകുന്ന നികുതിയാണ് തൈലെ. വാണിജ്യം, വ്യവസായം, പണമിടപാട് എന്നിവയിലുണ്ടായ പുരോഗതി ഫ്രാൻസിൽ നഗരങ്ങളുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. വ്യാപാരികളും ബാങ്കർമാരും അഭിഭാഷകരും ഡോക്ടർമാരും അടങ്ങുന്ന ധനികരും വിദ്യാസമ്പന്നരുമായ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. മധ്യവർഗം. ഈ വിഭാഗം ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. ഭരണഘടനാനുസൃതമായി തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഈ വിഭാഗം ഫ്രാൻസിനെ വിപ്ലവത്തിലേക്ക് നയിക്കാൻ പ്രയത്നിച്ചു. അതായത് മധ്യവർഗമാണ് വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഇനി ഒരു പ്രധാന സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ 20 ഡേറ്റ് ഓർത്തു വയ്ക്കുക, ദിവസം സഹിതം ഓർത്തു വയ്ക്കുക. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 ജൂൺ 20. 1789 ലൂയി 16 പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് അന്ന് എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു. എസ്റ്റേറ്റ് ജനറൽ പരമ്പരാഗതമായി 3 എസ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 3 അസംബ്ലികൾ ചേർന്നതാണ്. നികുതി സമ്പ്രദായത്തിൽ ഏറ്റവും സമ്പന്നരും സംസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്നവരുമായ ആളുകൾ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം നൽകിയവരാണ്. ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ ആവശ്യം. അതായത് 3 എസ്റ്റേറ്റുകൾ ഉണ്ട് അല്ലെ. ആദ്യത്തെ 2 പേര് ധനികരാണ്, പുരോഹിതന്മാരും പ്രഭുക്കന്മാരും. അവരെന്ത് പറഞ്ഞു? ആകെ 3 എസ്റ്റേറ്റാ ഉള്ളത്, അപ്പൊ ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട്, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വെച്ച് മതിയെന്ന് അവര് വാദിച്ചു. പക്ഷെ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് പറഞ്ഞു? ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് വാദിച്ചു. ആദ്യത്തെ അവര് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വാദിച്ചത്? കാരണം എന്തായിരിക്കും? മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ആളുകൾ കൂടുതലുള്ളത്. അപ്പൊ എങ്ങനെ വന്നാലും അവരുടെ ഭാഗം അവര് പിന്താങ്ങുന്ന ആ ഒരു കാര്യത്തിനായിരിക്കും അവിടെ പാസ്സാകുക. അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ 285 പേരും, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308 പേരും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 621 പേരുമാണുള്ളത്. എങ്ങനെ കൂട്ടിയാലും മൊത്തം ഈ 2 എസ്റ്റേറ്റിലെ മൊത്തം ആൾക്കാര് വോട്ട് ചെയ്താലും മൂന്നാമത്തെ എസ്റ്റേറ്റിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് കോമൺസ് എന്നാണ്. കോമൺസ്. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവെ മൂന്നാമത്തെ എസ്റ്റേറ്റ് തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ദേശീയ അസംബ്ലി. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവെ മൂന്നാമത്തെ എസ്റ്റേറ്റ് തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത് ഉള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെടുന്ന തടവറയായിരുന്നു ബാസ്റ്റിൽ കോട്ട. അടുത്തതാണ് ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെടുന്ന തടവറയായിരുന്നു ബാസ്റ്റിൽ കോട്ട. ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത്. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെ തുടർന്ന് ദേശീയ അസംബ്ലിയിലെ നേതാക്കൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കുകയും പ്രകോപിതരായ ജനങ്ങൾ 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർക്കുകയും ചെയ്തു. അപ്പൊ ബാസ്റ്റിൽ കോട്ട തകർത്തത് എന്നാണ്? 1789 തന്നെയാണ്, ജൂലൈ 14. ജൂലൈ 14. ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നു. ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്.
ഇനി ദേശീയ അസംബ്ലി നമ്മൾ പറഞ്ഞു അല്ലെ, മൂന്നാമത്തെ എസ്റ്റേറ്റ് അവരാണ് ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. ഇനി ദേശീയ അസംബ്ലി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രാൻസിലാകമാനം ഏകരൂപമായ ഒരു ഭരണ വ്യവസ്ഥ ഏർപ്പെടുത്തി. ഫ്രാൻസിലാകമാനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ ഏർപ്പെടുത്തി. ക്രൈസ്തവ സഭ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി. ക്രൈസ്തവ സഭ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി. സഭയുടെ ഭൂസ്വത്ത് ദേശസാൽക്കരിച്ചു. സഭയുടെ ഭൂസ്വത്ത് ദേശസാൽക്കരിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി. എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി. പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി. ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്തു. ഭരണഘടനാപരമായ രാജവാഴ്ച നിലവിൽ വന്നു. ഭരണഘടനാപരമായ രാജവാഴ്ച നിലവിൽ വന്നു. അപ്പൊ എന്തൊക്കെയാണ് ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങള്? ഫ്രാൻസിലാകമാനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ ഏർപ്പെടുത്തി. ക്രൈസ്തവ സഭ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി. സഭയുടെ ഭൂസ്വത്ത് ദേശസാൽക്കരിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി. പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി. ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്തു. ഭരണഘടനാപരമായ രാജവാഴ്ച നിലവിൽ വന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ് തിഥെ. ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതി അറിയപ്പെടുന്നത് തിഥെ എന്നാണ്. തിഥെ ഈഥെയാണ് കേട്ടോ, തിഥെ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയിരുന്ന നികുതിയാണ് തൈലെ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയിരുന്ന നികുതി അറിയപ്പെടുന്നത് തൈലെ എന്നാണ്. പ്രഭുക്കന്മാരുടെ മില്ലിൽ ധാന്യം പൊടിക്കാനും റൊട്ടി ഉണ്ടാക്കാനുമുള്ള ഓവൻ ഉപയോഗിക്കുന്നതിന് ഫ്യൂഡൽ പ്രഭുക്കന്മാർ വാങ്ങിയിരുന്ന ഫീസാണ് ബാനലിറ്റസ്. പ്രഭുക്കന്മാരുടെ മില്ലിൽ ധാന്യം പൊടിക്കാനും റൊട്ടി ഉണ്ടാക്കാനുമുള്ള ഓവൻ ഉപയോഗിക്കുന്നതിനും ഫ്യൂഡൽ പ്രഭുക്കന്മാർ വാങ്ങിയിരുന്ന ഫീസാണ് ബാനലിറ്റസ്. 15-ാം നൂറ്റാണ്ട് മുതൽ ഫ്രാൻസിൽ ഉപ്പിന് മേലെ ഈടാക്കിയിരുന്ന നികുതിയാണ് ഗബല്ലെ. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ട് മുതൽ ഫ്രാൻസിൽ ഉപ്പിന് മേലെ ഈടാക്കിയിരുന്ന നികുതി അറിയപ്പെടുന്നത് ഗബല്ലെ എന്നാണ്. ഗബല്ലെ, ഉപ്പിന് മേലുള്ള നികുതി ഗബല്ലെ. അടുത്താണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. 1789 ആഗസ്റ്റ് 12 ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. ദേശീയ അസംബ്ലിയാണ് പാസാക്കിയത്. 1789 ആഗസ്റ്റ് 12 ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനം വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഫ്രാൻസിൽ ഉണ്ടാക്കി. ഇനി മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ പ്രധാന ആശയങ്ങൾ എന്താണെന്ന് നോക്കാം. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. അപ്പൊ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആശയം എന്താണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. അപ്പൊ എന്താണ്? എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിന് ഉള്ളത്. എന്താണ്? എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിന് ഉള്ളത്. സമൂഹത്തിൽ ഹാനികരമാവുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. സമൂഹത്തിൽ ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിന് ഉള്ളൂ. അപ്പൊ അത്രയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ വരുന്ന ഭാഗങ്ങൾ. 1759 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചു. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചു. ജീൻ പോൾ മാറാട്ടിന്റെ ഫ്രണ്ട് ഓഫ് ദി പീപ്പിൾ എന്ന പ്രസിദ്ധീകരണത്തിൽ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ ഭരണഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം ലക്ഷ്യം സ്വാതന്ത്ര്യം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യം എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജീൻ പോൾ മാറാട്ടിന്റെ ഫ്രണ്ട് ഓഫ് ദി പീപ്പിൾ എന്ന പ്രസിദ്ധീകരണത്തിന് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ ഭരണഘടനയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്താണ് പറയുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യം എന്താണ്?
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ സൃഷ്ടിക്കുക. നമ്മുടെ ഭരണഘടനയിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ആശയമുണ്ട് അല്ലെ. അപ്പൊ അതെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ ആശയം എടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ആശയം എടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അടുത്തതാണ് ഭീകരവാഴ്ചക്കാലം. 1793 മുതൽ 1794 വരെ ഒരു വർഷക്കാലമാണ് ഭീകരവാഴ്ചക്കാലം എന്ന് അറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമായിരുന്നു ഗില്ലറ്റിൻ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം ഗില്ലറ്റിനാണ്. 1893 ലൂയി 16 കുടുംബവും ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ടു. 1893 ലൂയി 16 കുടുംബവും ഗില്ലറ്റിനാല് വധിക്കപ്പെട്ടു. ശാസ്ത്രജ്ഞനായ അന്റോണിയോ ലാവോസിയെ ഗില്ലറ്റിനാല് വധിക്കപ്പെട്ടു. അപ്പം ഗില്ലറ്റിനാല് വധിക്കപ്പെട്ട പ്രമുഖരാരൊക്കെയാന്ന് ചോദിച്ചാൽ ലൂയി 16 ഉണ്ട്, അന്റോണിയോ ലാവോസിയുണ്ട്. രാജപക്ഷക്കാരെയെല്ലാം 1792 സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവം സെപ്റ്റംബർ കൂട്ടക്കൊല എന്നാണ് അറിയപ്പെടുന്നത്. രാജപക്ഷക്കാരെയെല്ലാം, അതായത് പ്രമുഖന്മാരെ, വിദ്യാകാശുകാരെയൊക്കെ ഈ വിപ്ലവകാരികള് തെരഞ്ഞു വിളിച്ച് വധിച്ചു. ഇതിനെ സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നു. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിനു വേണ്ടി നിലകൊണ്ടത് ഫ്രഞ്ച് പ്രസ്ഥാനമായിരുന്നു. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഫ്രഞ്ച് പ്രസ്ഥാനമായിരുന്നു ജാക്കോബിൻ ക്ലബ്ബ്. ജാക്കോബിൻ ക്ലബിന്റെ നേതാവ് റോബസ്പിയർ ആയിരുന്നു. നമുക്കറിയാം, ജാക്കോബിൻ ക്ലബിൽ അംഗമായ ഒരു ഇന്ത്യൻ ഭരണാധികാരിയുണ്ട്. ആരാണത്? ടിപ്പു സുൽത്താൻ ആണ് അല്ലെ. ടിപ്പു സുൽത്താൻ. അപ്പം ജാക്കോബിൻ ക്ലബിന്റെ നേതാവ് റോബസ്പിയർ ആയിരുന്നു. റോബസ്പിയറുടെ ഈ ഭരണകാലമാണ് എന്ത്? ഭീകരവാഴ്ചക്കാലം എന്ന് അറിയപ്പെടുന്നത്. റോബസ്പിയറുടെ ഭരണകാലമാണ് ഫ്രഞ്ച് ചരിത്രത്തിലെ ഭീകരവാഴ്ചക്കാലം. റോബസ്പിയറുടെ നേതൃത്വത്തിലാണ് ഈ പ്രമുഖന്മാരെയെല്ലാം കൊന്നൊടുക്കിയത്. 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബസ്പിയറുടെ നേതൃത്വത്തിൽ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാന്റൺ എന്നിവരായിരുന്നു പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ. 1794 ഫ്രാൻസിൽ ഭീകരവാഴ്ച അവസാനിച്ചു. ഇനി ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ നമ്മൾ പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ നോക്കാം ഇനി. ദേശീയതയുടെ ആവിർഭാവം, യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിന്റെ ഉയർച്ച, രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം കൊണ്ടുവന്നു. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ദേശീയതയുടെ ആവിർഭാവം, യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി, മധ്യവർഗത്തിന്റെ ഉയർച്ച, രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു, ജനകീയ പരമാധികാരം എന്ന ആശയം കൊണ്ടുവന്നു. അടുത്താണ് നമുക്കറിയാം, ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നെപ്പോളിയൻ അല്ലെ. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ആധുനിക ഫ്രാൻസിന്റെ ശില്പിയാണ് നെപ്പോളിയൻ. ഫ്രാൻസിന്റെ ആധുനീകരിച്ച ഭരണാധികാരി, ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ്. ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് 1769 ഓഗസ്റ്റ് 15 കോഴ്സിക്ക ദ്വീപിലാണ് ജനിച്ചത്. 1769 ആഗസ്റ്റ് 15 കോഴ്സിക്ക ദ്വീപിലാണ് ജനിച്ചത്. നെപ്പോളിയന്റെ ഭരണകാലത്താണ് ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടത്. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് സുപ്രധാന പങ്കുവഹിച്ചു. 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. 1804 നെപ്പോളിയൻ ഫ്രഞ്ച് ഭരണാധികാരിയായിട്ട് അവരോധിക്കപ്പെട്ടു. ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഒരു ഏകീകൃത യൂറോപ്പ് രൂപീകരിക്കുന്നതിനായി 1799 1815 ഇടയിൽ യൂറോപ്പിനെ ആകെ വിറപ്പിച്ച ധാരാളം യുദ്ധങ്ങൾ നെപ്പോളിയൻ നടത്തി. അപ്പൊ ഫ്രാൻസിനെ കീഴടക്കി അതിനുശേഷം യൂറോപ്പ് മുഴുവൻ പിടിച്ചടക്കണമെന്നുള്ള ഒരു മോഹമായി നെപ്പോളിയന്. അങ്ങനെ എന്താണ്, ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഒരു ഏകീകൃത യൂറോപ്പ് രൂപീകരിക്കാനായിട്ട് 1799 1815 ഇടയിൽ ഒരുപാട് യുദ്ധങ്ങൾ നെപ്പോളിയൻ നടത്തി. സ്പെയിൻ, റഷ്യ, റൈൻ പ്രദേശം, കോഴ്സിക്ക, പോളണ്ട്, നേപ്പിൾസ് തുടങ്ങിയ രാജ്യങ്ങളിൽ അദ്ദേഹം ആധിപത്യം സ്ഥാപിച്ചു. ബ്രിട്ടനെ സാമ്പത്തികമായി കീഴടക്കിയാൽ യൂറോപ്പിന്റെ മേൽ ആധിപത്യം നേടാം എന്ന് മനസ്സിലാക്കി അദ്ദേഹം ബ്രിട്ടനെതിരെ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി.
അല്ലെ? ഇന്ത്യയിലൊക്കെ ഫ്രഞ്ച് കോളനികൾ ഉണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടന് മേലെ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി. ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ 1886 അദ്ദേഹം ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചത്. സാമ്പത്തിക രംഗത്ത് ബ്രിട്ടനെതിരായി യൂറോപ്പിലെ മറ്റു രാഷ്ട്രങ്ങളെ അണിനിരത്തുക എന്നതായിരുന്നു ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത്. എന്നാൽ യൂറോപ്പിലെ മുഴുവൻ അധീനതയിലാക്കാൻ നെപ്പോളിയന് കഴിയാതിരുന്നതിനാൽ ഇത് പരാജയപ്പെട്ടു. ലോകത്തിന്റെ സമുദ്രാധിപത്യം കൈയടക്കിയിരുന്ന ഇംഗ്ലണ്ട് ഓന്തേഴ്സ് ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനത്തിലൂടെ ഫ്രാൻസിനെ ഉപരോധിച്ചു. നെപ്പോളിയനും സ്പെയിനുമായിട്ടുള്ള ബന്ധം സ്പാനിഷ് പുണ്ണെന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. സ്പാനിഷ് പുണ്ണ്. നെപ്പോളിയന്റെ പതനത്തിന് കളമൊരുക്കിയ യുദ്ധം 1812 ഫ്രാൻസിന്റെ റഷ്യൻ ആക്രമണങ്ങളായിരുന്നു. നെപ്പോളിയന്റെ പതനത്തിന് കളമൊരുക്കിയ യുദ്ധം 1812 ഫ്രാൻസിലെ റഷ്യൻ ആക്രമണമായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലേക്ക് വ്യാപിക്കും എന്ന് പറയുന്ന രാജ്യങ്ങൾ ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ നെപ്പോളിയനെതിരായി സംഘടിച്ചു. അതായത് യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നെപ്പോളിയൻ, അല്ലേ? അപ്പം ഈ പരിഷ്കാരങ്ങളെല്ലാം യൂറോപ്പിലേക്ക് വ്യാപിക്കും എന്ന ഘട്ടം വന്നപ്പോൾ എല്ലാവരും ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ നെപ്പോളിയനെ എതിരായിട്ട് സംഘടിച്ചു. എന്നിട്ട് എന്താണ്, നെപ്പോളിയനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്, അല്ലെ? നെപ്പോളിയനെ ആദ്യം നാടുകടത്തിയത് സെന്റ് എൽബ എന്ന ദ്വീപിലേക്കാണ് 1814. നെപ്പോളിയനെ ആദ്യം നാടുകടത്തിയത് സെന്റ് എൽബ എന്ന ദ്വീപിലേക്കാണ് 1814. വാട്ടർലൂ യുദ്ധത്തിന്റെ പൂർണ്ണ പരാജയത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയത് സെന്റ് ഹെലേന ദ്വീപാണ്. അപ്പൊ ഏത് യുദ്ധത്തിലാണ് നെപ്പോളിയൻ പരാജയപ്പെട്ടത്? വാട്ടർലൂ യുദ്ധമാണ്. 1815 വാട്ടർലൂ യുദ്ധം നടന്നിട്ടുള്ളത്. വാട്ടർലൂ യുദ്ധം ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ എപ്പോഴും നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ യുദ്ധത്തെ പറ്റി ചോദിക്കാറുണ്ട്. 1821 മെയ് 5 നെപ്പോളിയൻ മരണമടഞ്ഞു. നെപ്പോളിയനെ വിഷം കൊടുത്ത് കൊന്നാന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം, അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല, ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത് എന്നീ വാചകങ്ങൾ നെപ്പോളിയന്റേതാണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം, അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല, ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത് എന്നീ വാചകങ്ങൾ നെപ്പോളിയന്റേതാണ്. അപ്പൊ വാട്ടർലൂ യുദ്ധം എന്നാണ്? 1815 വാട്ടർലൂ യുദ്ധം നടന്നത്. വാട്ടർലൂ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിലാണ്. ബെൽജിയം. ഇനി അടുത്തത് നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊന്നും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് നെപ്പോളിയനാണ്. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത തന്നെ ഉണ്ടാക്കി. അപ്പൊ എന്തൊക്കെയാണ് നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്? പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. 1815 യുദ്ധത്തിലെ ബ്രിട്ടീഷ് സേനാനായകൻ ആരാണ്? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ അഥവാ ആർത്തർ വെല്ലസ്ലിയാണ്. ആർത്തർ വെല്ലസ്ലി വേറെ എവിടെയാണ് കേട്ടത്? പഴശ്ശിയെ പരാജയപ്പെടുത്തിയത്, അല്ലെ? പഴശ്ശി യുദ്ധത്തില് നേതൃത്വം അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, പഴശ്ശിനെ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് നേതൃത്വം വഹിച്ച ആളാണ് ആർത്തർ വെല്ലസ്ലി എന്ന് പറയുന്നത്. അടുത്തതാണ് മെറ്റേണിക് വ്യവസ്ഥ. ന്യായദീക്ഷ, പുനഃസ്ഥാപനം, നഷ്ടപരിഹാരം എന്നിവയാണ് മെറ്റേണിക് തയ്യാറാക്കിയ പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ. മെറ്റേണിക് നെപ്പോളിയന്റെ ആക്രമണങ്ങളിൽ രാജ്യഭരണം നഷ്ടപ്പെട്ട ഭരണാധികാരികളെ പുനഃസ്ഥാപിക്കാനും നെപ്പോളിയന്റെ പതനത്തിനായി പ്രയത്നിച്ചവർക്ക് പ്രതിഫലം നൽകാനും നെപ്പോളിയനെ സഹായിച്ചവരുടെ രാജ്യങ്ങൾ പങ്കിട്ടെടുക്കാനും ഈ സമ്മേളനം തീരുമാനിച്ചു. അപ്പൊ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയതിന്റെ ആ ഫലങ്ങളെല്ലാം വീതിച്ചെടുക്കണമല്ലോ. അപ്പൊ പ്രതിഫലം നൽകണം, നെപ്പോളിയനെ സഹായിച്ചവരുടെ രാജ്യങ്ങൾ പങ്കിട്ടെടുക്കാനും ഈ സമ്മേളനം തീരുമാനിച്ചു. ഫ്രാൻസ് അല്ല നെപ്പോളിയനാണ് എല്ലാ യുദ്ധങ്ങൾക്കും കാരണക്കാരൻ എന്ന് വാദിച്ച താലേറ എന്ന ഫ്രഞ്ച് നയതന്ത്രജ്ഞർ ഫ്രാൻസിനെ വിഭജന ശിക്ഷയിൽ നിന്നും രക്ഷിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. ഇവരുടെ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്, ചിന്തകരുടെ ഭാഗം.
ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോയാണ്. ചോദിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത് റൂസോയാണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി രചിച്ചത് റൂസോയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ, ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതിയാണ് റൂസോയുടെ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതി ഏതാണ്? എമിലി. റൂസോയുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ. റൂസോയുടെ ആത്മകഥ കുംഭസാരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നിങ്ങനെ പറഞ്ഞത് റൂസോയാണ്. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ്. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് റൂസോയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു വാചകമാണത്. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവന് ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞിരിക്കുന്നത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് റൂസോയാണ്. അടുത്താണ് വോൾട്ടയർ. വോൾട്ടയറിന്റെ യഥാർത്ഥ പേര് ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നാണ്. വോൾട്ടയറിന്റെ യഥാർത്ഥ പേരെന്താണ്? ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നാണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ഒരു ചിന്തകനാണ് വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ഒരു ചിന്തകനാണ് വോൾട്ടയർ. ദി ഏജ് ഓഫ് ലൂയി 14 രചിച്ചത് വോൾട്ടയർ ആണ്. ദി ഏജ് ഓഫ് ലൂയി 14 രചിച്ചത് വോൾട്ടയർ ആണ്. ഭരണഘടനാപരമായ രാജവാഴ്ചയെ പിന്തുണച്ചു വോൾട്ടയർ. ഭരണഘടനാപരമായ രാജവാഴ്ചയെയാണ് വോൾട്ടയർ പിന്തുണച്ചത്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മോണ്ടസ്ക്യൂ. ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മോണ്ടസ്ക്യൂ. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി വേർതിരിക്കണമെന്ന് വാദിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് വേർതിരിക്കണം എന്ന് വാദിച്ചത് മോണ്ടസ്ക്യൂ ആണ്. അപ്പൊ നിലവിൽ അങ്ങനെയാണല്ലേ മിക്ക രാഷ്ട്രത്തിലും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിയമങ്ങളുടെ അന്തസത്ത, നിയമങ്ങളുടെ ആത്മാവ് എന്നീ കൃതികൾ രചിച്ചത് മോണ്ടസ്ക്യൂ ആണ്. നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ നിയമങ്ങളുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്ന കൃതി രചിച്ചത് മോണ്ടസ്ക്യൂ ആണ്. എ ടെയിൽ ഓഫ് ടു സിറ്റി രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. എ ടെയിൽ ഓഫ് ടു സിറ്റി രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. അതായത് എ ടെയിൽ ഓഫ് ടു സിറ്റീസിന്റെ പ്രത്യേകത എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കൃതിയാണ് ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയപ്പെടുന്നത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് മെറ്റേണിക്കാണ്. ചോദിച്ചിട്ടുണ്ട്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് മെറ്റേണിക്കാണ്. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവമാണ് പാരീസ് കമ്മ്യൂൺ. 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നതാണ് പാരീസ് കമ്മ്യൂൺ. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് അത്രയൊക്കെ ചോദിക്കത്തുള്ളായിരിക്കും. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 എനിക്ക് ശേഷം പ്രളയം അല്ലെ, ലൂയി 15 ശേഷം പ്രളയം തന്നെയായിരുന്നു ഫ്രാൻസിൽ നടന്നത് അല്ലെ, വിപ്ലവം നടന്നതാണ്. അപ്പം ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ പാർട്ടാണ്. അപ്പൊ അത്രയാണ് ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കൃതികൾ ഓർത്ത് വെക്കുക, വർഷങ്ങൾ ഓർത്ത് വെക്കുക, ഡേറ്റ് സഹിതം ഓർത്ത് വെക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, മനുഷ്യാവകാശ പ്രഖ്യാപനം, ദേശീയ അസംബ്ലി, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എസ്റ്റേറ്റുകളെ പറ്റി ഓർത്ത് വെക്കുക, അവരുടെ നികുതികൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. അത്രയൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി പറയാനുള്ളത്.